നാളെ നിയമസഭയിലേക്ക് മാർച്ച് നടത്താനിരിക്കെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിന്റെ സമരപ്പന്തൽ പോലീസ് അഴിച്ചുമാറ്റി. പുലർച്ചെ സമരപ്പന്തലിലെ ടാർപോളിൻ അഴിച്ചുമാറ്റിയതോടെ മഴ നനഞ്ഞാണ് ആശാ വർക്കേഴ്സ് കിടന്നത്. ടാർപോളിൻ പിടിച്ചിരിക്കാനും അനുവദിക്കില്ല എന്നതായിരുന്നു പോലീസിന്റെ നിലപാട്. പോലീസ് നടപടിക്കെതിരെ അടൂർ പ്രകാശ് MP രംഗത്ത് വന്നു. പോലീസിനെ കൊണ്ട് സർക്കാർ ചെയ്യിക്കുന്നതാണ്. സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണം ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇത്തരം സന്ദർഭങ്ങളിൽ ഇവിടെ ഇരിക്കുന്ന പാവപ്പെട്ട സഹോദരിമാർ മഴ നനഞ്ഞിവിടെ ഇരിക്കട്ടെ എന്നുള്ളതാണ് അവരുടെ ചിന്ത മനസ്സിൽ തോന്നിയത്. വാസ്തവത്തിൽ അത് തികച്ചും ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അവർ മഴയും നനഞ്ഞുകൊണ്ട് ഇവിടെ ഇരുന്നാൽ അവരെങ്ങനെയെങ്കിലും അസുഖം പിടിച്ച് മാറട്ടെ എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമായി കാണുന്നത്. സലീം മാലിക് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി. സലീം, ആശാ വർക്കേഴ്സിന്റെ സമരത്തെ ഏത് വിധേനയും തുരത്തുക എന്നതായിരുന്നു. നാളെ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് മാർച്ചിന് തയ്യാറെടുക്കുമ്പോഴാണല്ലോ അവർ സമരപ്പന്തലിന്റെ ടാർപോളിൻ പോലീസ് അഴിച്ചു മാറ്റിയത്. എന്താണ് ഇതിൽ അവരുടെ പ്രതികരണം? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെ? GK, ഇതുമായി ബന്ധപ്പെട്ട ഈ ആശാവർക്കർമാരുടെ സമരം ആ നിലയിൽ തുടരുന്നതിനിടെ സർക്കാർ പഠിച്ച പണി 18 പയറ്റുകയാണ്. ആ സമരത്തെ എങ്ങനെയെങ്കിലും തകർക്കാൻ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതിനൊടുവിലാണ് സാധാരണഗതിയിൽ ഒരു മനുഷ്യത്വ വിരുദ്ധമായ സമീപനം കൂടി സ്വീകരിച്ചിരിക്കുന്നത്. ഈ സമരക്കാർക്ക് നേരെ ഇന്നലെ പുലർച്ചെ ശക്തമായ മഴയായിരുന്നു തിരുവനന്തപുരത്ത് നഗരത്തിൽ ഉണ്ടായിരുന്നത്. അതിനിടയിലാണ് ഈ ടാർപോളിൻ ഇവർ കെട്ടിക്കൊണ്ട് ഇവിടെ ആ മഴ നനയാതെ കിടന്നിരുന്നത്. പക്ഷേ ആ ടാർപോളിൻ അവർ കെട്ടിയ ഉടൻ തന്നെ പോലീസ് അത് അഴിപ്പിക്കുകയായിരുന്നു. മഴ നനയുമെന്ന് പറഞ്ഞിട്ട് പോലും പോലീസുകാർ അത് കേട്ടില്ല എന്നുള്ളതാണ് സമരക്കാർ പറയുന്നത്. അതിനുശേഷം മഴ നനഞ്ഞുകൊണ്ടിരുന്ന അവർ പിന്നീട് പുലർച്ചയോടുകൂടി വീണ്ടും മഴ വന്നപ്പോൾ ആ ടാർപ്പ കെട്ടാതെ തലയിലൂടെ ഇട്ടുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അതിന് പോലും അനുമതിയില്ല എന്നാണ് പറയുന്നത്. ആ ടാർപ്പ് ഇപ്പോൾ പുറകിൽ കിടക്കുന്നത് കാണാം നമുക്ക്. ഒപ്പം ആശമാർ കുടപിടിച്ച് ഇവിടെ ഇരിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ പല വിധത്തിലുള്ള ക്രൂരമായ നടപടികൾ പോലീസിന്റെയും സർക്കാരിന്റെയും ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ്. അല്പസമയം മുൻപ് സമരപ്പന്തൽ അടൂർ പ്രകാശ് MP സന്ദർശിച്ചിരുന്നു. അടൂർ പ്രകാശ് പറഞ്ഞത് സർക്കാർ പോലീസിനെ ഉപയോഗിച്ച് ഇക്കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഇവരുടെ പ്രതികരണം എടുത്തപ്പോഴും അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായതുകൊണ്ട് മാത്രം സമരം അവസാനിപ്പിച്ച് പോകില്ല എന്നുള്ളതാണ്. നാളത്തെ നിയമസഭാ മാർച്ചിലും ഇന്ന് വൈകുന്നേരവും രാത്രിയിലുമൊക്കെ കൂടുതൽ ആളുകളെ ഇവിടെ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. പ്രതികരണങ്ങൾ കിട്ടിയാൽ നന്നായിരുന്നു. കാരണം ടാർപോളിൻ അഴിച്ചു മാറ്റിയ ശേഷവും സമരപ്പന്തൽ പൊളിച്ചു നീക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴും കൊട പിടിച്ചുകൊണ്ട് ആശാ വർക്കേഴ്സ് അവരുടെ സമരം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ടാർപോളിൻ അഴിച്ചുമാറ്റി മഴ നനഞ്ഞുകൊണ്ടായിരുന്നു അവർ സമര രംഗത്ത് തുടർന്നിരുന്നത്. നാളെ സെക്രട്ടേറിയറ്റ് മാർച്ചിന് അവർ തയ്യാറെടുക്കുകയാണ്. സലീം, അവർക്ക് എന്താണ് പറയാനുള്ളത്? അവർ നേരത്തെയൊക്കെ തന്നെ നമ്മോട് പ്രതികരിച്ചാണ്. നിങ്ങളുടെ ഇപ്പോൾ മഴ നനഞ്ഞുകൊണ്ട് കുടയൊക്കെ പിടിച്ച് ഇരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി. ബുദ്ധിമുട്ടാകുന്നുണ്ടോ? ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കത് പ്രശ്നമില്ല സാർ. പ്രശ്നമില്ലെന്ന് പറയാൻ കാരണം ഞങ്ങളുടെ അവകാശത്തിനല്ലേ ഇരിക്കുന്നത്. ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല. ഞങ്ങൾ ഞങ്ങളുടെ അവകാശം കൊണ്ടേ പോകും. അതിൽ യാതൊരു മാറ്റവും. സാറ് രാവിലെ കണ്ടല്ല, നനഞ്ഞു കുളിച്ചു നിന്നത് സാറ് കണ്ടല്ല. അതുകൊണ്ട് ഞങ്ങൾ ഇനി ഞങ്ങളെ ദ്രോഹിക്കരുത്. കൈയൊടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മഴ കൂടി നനഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാവില്ലേ? തീർച്ചയായിട്ടും മഴ നനഞ്ഞാൽ വളരെ ദുരിതമാണ് കൈയുടെ അവസ്ഥ. എന്ത് വന്നാലും ഈ സമരമുഖത്തുനിന്ന് ഞങ്ങൾ പിന്മാറുന്ന പ്രശ്നമില്ല. നേടിക്കൊണ്ടേ പോവുള്ളൂ. അങ്ങനെയുള്ള ഒരു ഇച്ഛാശക്തിയുടെ വാക്കുകളാണ് നമുക്ക് ഇവിടെ നിന്ന് കേൾക്കാൻ കഴിയുന്നത്. അത് ആദ്യ ദിവസം മുതൽ നമ്മളത് കണ്ടതാണ്. അതേ നിലയിൽ തന്നെ ആ സമരത്തിന്റെ വീര്യം ചോരുന്നില്ല എന്നുള്ളതാണ്. ആ മഴ നനഞ്ഞിട്ടും ചോരാതെ, സമരവീര്യം ചോരാതെ ആശാ വർക്കേഴ്സ് ഇവിടെ തന്നെ തുടരുകയാണ്. സമരപ്പന്തലിലെ ടാർപോളിൻ അഴിച്ചു മാറ്റിക്കൊണ്ടാണ് പോലീസ് ഈ സമരത്തെ നേരിടാൻ ശ്രമിച്ചത്. പക്ഷേ സമരവീര്യം ചോരാതെ നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ള സമരപ്പന്തലിലെ സമരക്കാരുടെ ഇരിപ്പാണ് നമ്മൾ കണ്ടത്. അവരുടെ പ്രതികരണങ്ങളാണ് നമ്മൾ കേട്ടത്. ആശാ വർക്കേഴ്സിന്റെ സമരത്തെ ആ നിലയിൽ ഒതുക്കാൻ കഴിയില്ല എന്നവർ ഉറച്ചു പറയുന്നു.